सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजाय ते नमः. ഇന്ന് 75-ാമത്തെ ശ്ലോകമാണ്. ദേവിയുടെ മുലപ്പാലിന്റെ മാഹാത്മ്യം വർണ്ണിക്കുന്ന ശ്ലോകമാണ്. ദേവിയുടെ സ്തന്യം ഹൃദയത്തിൽ നിന്ന് ഊറി പെരുകി പരക്കുന്ന സരസവാഗ്രൂപമായ സാരസ്വത സമുദ്രമാണ് എന്ന് കവിയാകുന്ന ആചാര്യസ്വാമികൾ കരുതുകയാണ്. ഭൂമിയിൽ പിറന്നു വീണ കുട്ടിക്ക് ദേവി ഭൂമിയിൽ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് അവതരിച്ച് മുലപ്പാല് ഊട്ടിയ ആ ഒരു സംഭവവുമായി അങ്ങനെ ഐതിഹ്യമുള്ള ശ്ലോകമാണ്. രണ്ട് തരത്തിലാണ് ഈ കഥ പറയുന്നത്. ഒന്ന്, 6 മാസം പ്രായമുള്ള കുട്ടിക്ക് ദേവി മുലപ്പാൽ കൊടുത്തു. മറ്റൊന്ന് 2-3 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തു. ഇവിടെ ശങ്കരാചാര്യർക്ക് കൊടുത്തുവെന്നും തമിഴ്നാട്ടിലുള്ള ചില സിദ്ധന്മാരിൽപ്പെട്ട തിരുജ്ഞാന സംബന്ധർ മുതലായവർക്ക് 64 സിദ്ധന്മാരിൽ ഒരാളാണ്, അങ്ങനെ ഒരു കുട്ടിക്ക് കൊടുത്തുവെന്നും സൗന്ദര്യലഹരിയുടെ സംസ്കൃത വ്യാഖ്യാനങ്ങളായിരിക്കുന്ന 10 വ്യാഖ്യാനങ്ങളിൽ 3-4 വ്യാഖ്യാതാക്കൾ ഇത് ഈ കഥ സ്മരിക്കുന്നുണ്ട്. അത് ഏത് കുട്ടിയാണ് എന്നത് പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും ഈ കഥ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ആദ്യ ശ്ലോകം നോക്കാം. തവ സ്തന്യം മന്യേ ധരണി ധര കന്യേ ഹൃദയത. കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, കേൾക്കുന്നുണ്ട്, ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. പയ പാരാവാര പരിവഹതി സാരസ്വതമിവ ദയാവത്യ ദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിത. തവ സ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത പയ പാരാവാര പരിവഹതി സാരസ്വതമിവ ദയാവത്യ ദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാമജനി കമനീയ കവയിത. തവ സ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത പയഃ പാരാവാരഃ പരിവഹതി സാരസ്വതം ഇവ ദയാവത്യ ദത്തം ദ്രവിഡ ശിശു ആസ്വാദ്യ തവ യത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിത. സാരസ്വതം ഇവ സാരസ്വതമിവ ദ്രവിഡ ശിശു ആസ്വാദ്യ ദ്രവിഡ ശിശുരാസ്വാദ്യ പ്രൗഢാനാം അജനി പ്രൗഢാനാമജനി. അന്വയം. ഹേ ധരണിധര കന്യേ തവ സ്തന്യം ഹൃദയതഃ പയഃ പാരാവാരഃ സാരസ്വതം പരിവഹതി ഇതി മന്യേ അഹം മന്യേ. ദയാവത്യ ത്വയാ ദത്തം സ്തന്യം ദ്രവിഡ ശിശുഃ ആസ്വാദ്യ പ്രൗഢാനാം കവീനാം കമനീയ കവയിത അജനി. ഹേ ധരണിധര കന്യേ തവ സ്തന്യം. ഹേ ധരണിധര കന്യേ തവ സ്തന്യം ഹൃദയതഃ പയഃ പാരാവാരഃ ഹൃദയതഃ പയഃ പാരാവാരഃ സാരസ്വതം പരിവഹതി. ഹേ ധരണിധര കന്യേ തവ സ്തന്യം ഹൃദയതഃ പയഃ പാരാവാരഃ സാരസ്വതം പരിവഹതി ഇതി അഹം മന്യേ. അഹം എന്നുള്ള ബ്രാക്കറ്റിൽ ഇടുക. അഹം മന്യേ. ദയാവത്യ ത്വയാ പയ പാരാവാരഃ സാരസ്വതം പരിവഹതി ഇതി അഹം മന്യേ. ദയാവത്യ ത്വയാ ദത്തം സ്തന്യം ദത്തം സ്തന്യം ദ്രവിഡ ശിശുഃ ആസ്വാദ്യ ദ്രവിഡ ശിശുഃ ആസ്വാദ്യ പ്രൗഢാനാം കവീനാം കമനീയഃ
കവയിത അജനി. കമനീയ കവയിത അജനി. ദ്രവിഡശിശു ആസ്വാദ്യ പ്രൗഢാനാം കവീനാം കമനീയ കവയിത അജനി. ഹേ ധരണിധരകന്യേ, അല്ലയോ പർവ്വത കന്യകയായിരിക്കുന്ന അമ്മേ, പർവ്വതപുത്രിയായിരിക്കുന്ന നിൻ തിരുവടി. തവ സ്തന്യം, ദേവിയുടെ മുലപ്പാൽ, സ്തന്യം മുലപ്പാൽ. ഹൃദയത പയപ്പാരാവാരഹ, ഹൃദയത്തിൽ നിന്നും ക്ഷീരസമുദ്രമായി. പയഹ, പയം എന്ന പദത്തിന് വെള്ളമെന്നും ക്ഷീരമെന്നും അർത്ഥമുണ്ട്. ഇവിടെ ക്ഷീരസമുദ്രം, പാരാവാരം സമുദ്രം. സാരസ്വതം പരിവഹതി, സരസവാഗ്രൂപമായി പ്രവഹിക്കുന്നു, ഒഴുകിപ്പോകുന്നു. ആ അമ്മയുടെ മുലപ്പാല് സാരസ്വതമാകുന്ന, നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞതാണ് സരസ്വതിയുടെ മാറിടത്തെ പറ്റി. ഏകം ആപാതമധുരം സരസ്വത്യാഹ സ്തനദ്വയം. ഒന്ന് സാഹിത്യവും ഒന്ന് സംഗീതവുമാണ്. അത് തന്നെയാണ് ഇവിടെ അർത്ഥമെടുക്കേണ്ടത്. ആ മുലപ്പാല് ഹൃദയത്തിൽ നിന്നും ക്ഷീരസമുദ്രമായി സരസവാഗ്രൂപമായി പ്രവഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ കവിയായിരിക്കുന്ന ശങ്കരാചാര്യർ കരുതുന്നു. ദയാവത്യ ത്വയാ ദത്തം, ദയാവതിയായ നിന്തിരുവടിയാൽ കൊടുക്കപ്പെട്ട, കരുണയോടുകൂടി കൊടുക്കപ്പെട്ട സ്തന്യം, ആ ദേവിയുടെ അമ്മയുടെ മുലപ്പാല്. ദ്രവിഡ ശിശു ആസ്വാദ്യ, ദ്രാവിഡ ജാതിയിൽപ്പെട്ട, ദ്രവിഡം എന്ന് പറഞ്ഞാൽ തമിഴ് ജാതിയിൽപ്പെട്ട. പണ്ട് കാലത്ത് തമിഴ്നാടും കേരളവും ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ഒരു കുട്ടിയും ദ്രവിഡ ശിശുവാണ്, തമിഴ്നാട്ടിലെ കുട്ടിയും ദ്രവിഡ ശിശുവായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ആ ഒരു ദ്രവിഡ ശിശു ആസ്വാദ്യ, അത് പാനം ചെയ്തിട്ട് പ്രൗഢാനാം കവീനാം കമനീയ കവയിത അജനി, പ്രൗഢന്മാരായിരിക്കുന്ന കവികളുടെ കൂട്ടത്തിൽ കമനീയ, അതിരമണീയനായ പണ്ഡിതനായിരിക്കുന്ന ഒരു കവി ജനിച്ചുവല്ലോ. പർവ്വതകന്യകയായ അല്ലയോ അമ്മേ, നിന്തിരുവടിയുടെ സ്തന്യം ഹൃദയത്തിൽ നിന്നുണ്ടായി പെരുകി ഒഴുകുന്ന സാരസ്വതമാണെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കരുണാർദ്രയായ നിന്തിരുവടിയാൽ കൊടുക്കപ്പെട്ട ഈ സ്തന്യം പാനം ചെയ്ത ദ്രവിഡ ശിശു പ്രൗഢന്മാരായ കവികളുടെ കൂട്ടത്തിൽ കമനീയനായ കവിയായി ഭവിച്ചുവല്ലോ. ദേവിയുടെ മുലപ്പാലിന്റെ മഹത്വം ഈ ഒരു ശ്ലോകത്തിലാണ്, 100 ശ്ലോകങ്ങളിൽ ഈ ഒരു ശ്ലോകത്തിലാണ് ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നത്. വളരെ ഐതിഹ്യത്തോടുകൂടി. എല്ലാ ശ്ലോകങ്ങൾക്കും ഐതിഹ്യമോ കഥകളോ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് കഥകളുണ്ട്. പർവ്വതകന്യകയായ ദേവിയുടെ സ്തന്യം ഹൃദയത്തിൽ നിന്നും ഊറി പെരുകി ഒഴുകി വരുന്ന സരസവാഗ്രൂപമായ സാരസ്വത സമുദ്രമാണ് എന്ന് തോന്നുന്നു കവിക്ക്. അമ്മയുടെ മുലപ്പാൽ കുട്ടിക്ക് ആവശ്യമായ ശരീരപോഷണത്തിനാണ് മുഖ്യമായി ഉതകുന്നത്. ലോകമാതാവും ശുദ്ധ വിദ്യാരൂപിണിയുമായ ലോകജനനിയുടെ സ്തന്യം സരസവാഗ്രൂപമായി പെരുകി ഒഴുകി പരക്കുന്ന സാരസ്വതം എന്ന അമൃതമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദേവിയുടെ സ്തന്യം പാനം ചെയ്താൽ ഭാഗ്യമുണ്ടാകുന്ന ആൾ സർവലോകരെയും അമൃതാബ്ധി, ആ കടലിൽ മുക്കിയാലെന്ന പോലെ ആനന്ദിപ്പിക്കുന്ന കവിതകൾ നിരന്തരം രചിക്കുവാൻ പ്രാപ്തിയുള്ള കവികളായിത്തീരുന്നു. ഒരു സംഭവ കഥ കൊണ്ട് ഉത്തരപാദത്തിൽ ഈ അഭിപ്രായം സമർത്ഥിക്കുകയാണ് ആചാര്യസ്വാമികൾ ചെയ്യുന്നത്. ദയയോടുകൂടി അമ്മ നൽകിയ സ്തന്യം ആസ്വദിച്ചിട്ട് ദ്രവിഡ ശിശു പ്രൗഢന്മാരായ കവികളുടെ കൂട്ടത്തിൽ പണ്ഡിതനായ കവിയായി വളർന്നു വന്നു. ഇവിടെ ദ്രവിഡ ശിശു എന്ന പദം കൊണ്ട് നിർദ്ദിഷ്ടനാകുന്ന കവി ആര് എന്ന കാര്യത്തിൽ വളരെ അഭിപ്രായ വ്യത്യാസം ആചാര്യന്മാർക്കുണ്ട്. അത് സൗന്ദര്യലഹരി വ്യാഖ്യാനിച്ചിരിക്കുന്ന വ്യാഖ്യാതാക്കൾക്ക് വരെ ഭിന്നാഭിപ്രായമുള്ള ഒരു കഥയാണ്. ലക്ഷ്മീധരനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കൃത 10 വ്യാഖ്യാനങ്ങളിൽ ലക്ഷ്മീധര വ്യാഖ്യാനമാണ് പ്രധാനമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ പറയുന്നത് ഈ കുട്ടി ശങ്കരാചാര്യർ തന്നെ എന്നാണ്. അങ്ങനെ ലക്ഷ്മീധരൻ അവിടെ സമർത്ഥിക്കുന്നുണ്ട്. കൈവല്യാശ്രമം ഈ വാദത്തിന് ആധാരമായി ഒരു കഥ ചേർത്ത് കാണും. ഭഗവത് പാദർ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ കുട്ടിയെ നിയോഗിച്ചു. ദേവിക്ക് പാല് നിവേദിക്കാൻ കുട്ടിയെ ഏൽപ്പിച്ചു. വിഗ്രഹത്തിന് മുമ്പിൽ വെച്ച പാല് ദേവി കുടിക്കാത്തത് കണ്ട് കുട്ടി കരയാൻ തുടങ്ങി. കുട്ടിയുടെ നിഷ്കളങ്കതയിൽ പ്രസന്നയായ ദേവി പ്രത്യക്ഷപ്പെട്ട് ആ പാല് മുഴുവൻ എടുത്തു കുടിച്ചു. തനിക്ക് ഒട്ടും തരാതെ പാല് മുഴുവനും ദേവി കുടിച്ചത് കൊണ്ട് കുട്ടി നിലവിളി കൂട്ടി കരയാൻ തുടങ്ങി. കുട്ടിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ദേവി മുലപ്പാലൂട്ടിയെന്നും ദേവിയുടെ സ്തന്യം പാനം ചെയ്ത് ഉടൻ തന്നെ കുട്ടി സ്തോത്രങ്ങൾ രചിക്കാൻ തുടങ്ങിയെന്നുമാണ് കഥ.
ഈ കഥ മറ്റു പല ആചാര്യന്മാരും ഉദ്ധരിച്ചു കാണുന്നു. പക്ഷേ ഭഗവത് പാദരുടെ ജീവിത ചരിത്രങ്ങളിലോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഐതിഹ്യങ്ങളിലോ ഇങ്ങനെ ഒരു കഥ കാണുന്നില്ല. അനവധി ജീവചരിത്രങ്ങൾ ശങ്കരാചാര്യരെ പറ്റി പല പണ്ഡിതന്മാരും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള മലയാള വ്യാഖ്യാനങ്ങളിൽ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പൊ ഇത് കേരളത്തിൽ നടന്ന സംഭവമാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ആനന്ദലഹരി ടീകയുടെ കർത്താവായ നൃസിംഹസ്വാമി, രാമകവി, വൈദ്യമാധവൻ തുടങ്ങിയ ചില ആചാര്യന്മാർ കാഞ്ചീപുരത്ത് ജനിച്ച ഒരു കുട്ടിയാണ് ദ്രവിഡ ശിശു എന്ന് അഭിപ്രായപ്പെടുന്നു. കഥ ഇപ്രകാരമാണ്. കുട്ടിയുടെ അച്ഛൻ പുറത്തെവിടെയോ പോയിരുന്നു. അമ്മ വെള്ളം കോരാനും പോയി. ഒറ്റയ്ക്കായ കുട്ടി വിശന്ന് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ പാർവതി പരമേശ്വരന്മാർ കേട്ടു. പാർവതി ദേവി വന്ന് കുട്ടിയെ എടുത്ത് മുല കൊടുത്തു, കരച്ചിൽ മാറ്റി. പിൽക്കാലത്ത് സംബന്ധകവീശ്വരൻ എന്ന പേരിൽ പ്രശസ്തനായി തീർന്ന കുട്ടിയാണ് ഈ ദ്രവിഡ ശിശു എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നു. തമിഴ് കവി എന്ന നിലയിലും ശൈവാചാര്യൻ എന്ന നിലയിലും പ്രസിദ്ധനായ തിരുജ്ഞാന സംബന്ധരാണ് ദ്രവിഡ ശിശു എന്ന് മറ്റൊരു അഭിപ്രായം. തിരുജ്ഞാന സംബന്ധർ ശിശുവായിരിക്കെ അച്ഛൻ കുട്ടിക്കൊണ്ട് കുളിക്കുവാൻ പോയി എന്നും അച്ഛൻ കുളിയും തേവാരവും നടത്തുമ്പോൾ കുളക്കരയിൽ ഒറ്റക്കായ കുട്ടി വിശന്ന് അമ്മയെ വിളിച്ചു കരഞ്ഞുവെന്നും ലോകമാതാവായ പാർവതി തന്റെ മുലപ്പാൽ ഒരു സ്വർണ്ണപാത്രത്തിലാക്കി കുട്ടിക്ക് കൊടുത്തുവെന്നും ആ പാൽ കുടിച്ച കുട്ടി അതോടെ കവിയും ജ്ഞാനിയുമായി മാറിയെന്നുമാണ് ആ കഥ പറയുന്നത്. സുധാ വിദ്യോധിനി എന്ന വ്യാഖ്യാനത്തിൽ കർത്താവ് ദ്രമിള രാജകുമാരനായ ഒരു പ്രവരസേനനാണ് ഈ ദ്രവിഡ ശിശു എന്ന് അഭിപ്രായപ്പെടുന്നു. ഈ ശിശു ജനിച്ചപ്പോൾ രാജവംശത്തിന് ആപത്ത് ഉണ്ടാകുമെന്ന് കരുതി അങ്ങനെ ഒരു പ്രവചനം ദൈവജ്ഞന്മാർ നടത്തുകയുണ്ടായി. രാജാവ് കുട്ടിയെ ഒരു വനത്തിൽ ഉപേക്ഷിച്ചു. ഒരു പെൺകടുവ കുട്ടിയെ തന്റെ ഗുഹയിലേക്ക് കടിച്ചെടുത്തുകൊണ്ടുപോയി. പൂർവജന്മ സുഹൃതം കൊണ്ട് തന്റെ അവസ്ഥയെക്കുറിച്ച് ബോധമുണ്ടായ കുട്ടി വിശന്നപ്പോൾ ദേവിയെ ധ്യാനിച്ചു. ദേവി പ്രത്യക്ഷയായി മുലയൂട്ടി കുട്ടിയെ വളർത്തി. ആ കുട്ടിയാണ് പിൽക്കാലത്ത് സൗന്ദര്യലഹരി ഉൾപ്പെടെ പല കൃതികളും രചിച്ചതെന്ന് സുധാ വിദ്യോധിനീകാരന്റെ അഭിപ്രായമായി പറയുന്നു. ദ്രവിഡ ശിശു തമിഴ്നാട്ടിൽ പിറന്ന ഒരു സിദ്ധനാണെന്നും അദ്ദേഹമാണ് സൗന്ദര്യലഹരിയുടെ കർത്താവെന്നും മറ്റൊരു അഭിപ്രായം. അദ്ദേഹം കൈലാസത്തിൽ പാർവതി പരമേശ്വരന്മാരുടെ ആസ്ഥാനത്തിലെത്തി അവിടുത്തെ ചുവരുകളിൽ 100 ശ്ലോകങ്ങളും എഴുതിയിട്ടു. പിൽക്കാലത്ത് ശങ്കര ഭഗവത് പാദർ കൈലാസം സന്ദർശിച്ചപ്പോൾ ഈ കൃതി വായിക്കാൻ തുടങ്ങി. അപ്പോൾ ദേവിയുടെ നിർദ്ദേശപ്രകാരം ഭൂതഗണങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് എന്ന മുറയിൽ ശ്ലോകങ്ങളെ മായ്ച്ചു കളഞ്ഞു. ഭഗവത് പാദർ 41 ശ്ലോകം വായിക്കുമ്പോഴേക്കും മിച്ചമുള്ള 51 ശ്ലോകങ്ങളും ഭൂതഗണങ്ങൾ മാച്ചു കളഞ്ഞിരുന്നു. ആ 59 ശ്ലോകങ്ങൾ രണ്ടാമതും ഭഗവത് പാദർ സ്വന്തമായി എഴുതിയതായി പറയും. ഈ കൃതിയിൽ ആദ്യന്തം ആചാര്യസ്വാമികൾ പ്രദർശിപ്പിക്കുന്ന വിനയം കണക്കിലെടുക്കുമ്പോൾ കവീനാം പ്രൗഢാമജനി കമനീയ കവയിത, ശങ്കരാചാര്യര് വിനയപൂർണമാണ്. ആ വിനയത്തോടു കൂടിയ ശങ്കരാചാര്യര് സ്വന്തം ഞാൻ തന്നെയാണ് ഈ കവി എന്ന് പറയാൻ സാധ്യതയില്ല. കമനീയ കവയിത എന്ന് അദ്ദേഹം തന്നെക്കുറിച്ച് പറയുവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. ആസേതു ഹിമാചലം പ്രചരിച്ചിട്ടുള്ള തിരുജ്ഞാന സംബന്ധരുടെ ദിവ്യ പ്രശസ്തിയും ബാല്യത്തിൽ തന്നെ അതിപ്രൗഢമങ്ങളായ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്ന വസ്തുതയെ ഓർക്കുമ്പോൾ ആചാര്യപാദർ സൂചിപ്പിക്കുന്ന ദ്രവിഡ ശിശു തിരുജ്ഞാന സംബന്ധർ തന്നെയാണ് എന്നാണ് കരുതേണ്ടത്. ഇപ്പൊ ഈ ഐതിഹ്യങ്ങൾ ഇങ്ങനെ പറയുവാനുള്ള ഒരു കാരണം, ഇങ്ങനെയുള്ള പല കഥകളും ഈ ഒരു ശ്ലോകത്തെ പറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിൽ ആരാണ് ദ്രവിഡ ശിശു എന്ന വിഷയത്തിൽ നമ്മൾ അത് അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. കഥകളിൽ ചോദ്യം പാടില്ല. കഥയിൽ ചോദ്യമല്ല, ഒരു പൊരുൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കഥ പറഞ്ഞു തന്നിരിക്കുന്നത്. ആ ദേവിയുടെ കാരുണ്യത്തിന്റെ പ്രഭാവം ശങ്കരാചാര്യ ആ ചെറിയ കുട്ടിയുടെ ആ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അമ്മയെ വിളിച്ച് കരയാൻ മാത്രമേ കുട്ടിക്ക് പറ്റുകയുള്ളൂ. ഈ സമയത്ത് മാതൃസ്വരൂപിണിയായിരിക്കുന്ന അമ്മ ഇറങ്ങി വന്നു. അതിനാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. കുട്ടി ആരാണെന്ന് ചിന്തിക്കേണ്ട. ആചാര്യസ്വാമികളുടെ പിതാവ് സദാ ദേവി ഭക്തനായിരുന്നു. ആ സംഭവം ഇതാ: എല്ലാ ദിവസവും ഒരു ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്തു വരുമായിരുന്നു ശങ്കരാചാര്യരുടെ പിതാവ്. ഒരു ദിവസം വേറൊരു ഗ്രാമത്തിലേക്ക് ഇദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അങ്ങനെ പൂജ ചെയ്യുവാനും നിത്യവും പൂജ ചെയ്തതിന് ശേഷം പാലഭിഷേകം ചെയ്യുവാനും, അങ്ങനെ പാലഭിഷേകം ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവശിഷ്ടമായിരിക്കുന്ന പാൽ ഈ കുട്ടിക്ക് കൊടുക്കുമായിരുന്നു, ശങ്കരന് കൊടുക്കുമായിരുന്നു. അപ്പൊ ശങ്കരൻ എല്ലാ ദിവസവും പൂജ കഴിഞ്ഞ് വന്ന് ഈ പാല് കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കും. ഇങ്ങനെ ഒരു ദിവസം പിതാവിന്
വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. ആ സമയത്ത് മാതാവിനെ ഇത് ഏൽപ്പിച്ചിട്ട് പിതാവ് പോയി. ശങ്കരന്റെ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് പോയി. ഇതാണ് കഥ. അങ്ങനെ എല്ലാ ദിവസവും ശങ്കരന്റെ മാതാവ് ഈ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്ത് പാലഭിഷേകം ചെയ്ത് കൊണ്ടുവന്നിട്ട് ബാക്കി കൊടുക്കുമായിരുന്നു. ഈ മാതാവിന് മാസസംബന്ധമായ അശുദ്ധി വന്ന സമയത്ത് ശങ്കരനെ ഏൽപ്പിച്ചു ഈ കർത്തവ്യം. നാളെ മുതൽ 3-4 ദിവസം നീ തന്നെ പോയി ഈ പൂജ ചെയ്ത് പാലഭിഷേകം ചെയ്ത് കൊണ്ടുവരും. ഇതാണ് പറഞ്ഞത്. അങ്ങനെ കുട്ടി ശങ്കരൻ പാലുമായി പൂജയ്ക്ക് പോയി. പൂജ ചെയ്തതിന് ശേഷം പാത്രം ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ വെച്ചതിന് ശേഷം കുടിക്കൂ അമ്മേ, കുടിക്കൂ അമ്മേ, പിബ അമ്പ പിബ അമ്പ പിബ, ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. അമ്മ കുടിക്കുന്നില്ല. ശങ്കരൻ കരയാൻ തുടങ്ങി. അമ്മ കുടിക്കുന്നില്ലല്ലോ, അമ്മ കുടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഈ സമയത്ത് സാക്ഷാൽ മാതൃസ്വരൂപിണിയായ ദേവി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവിടെ ശങ്കരന്റെ മുമ്പിൽ വന്ന് ഇരുന്നു എന്നാണ് കഥ. അങ്ങനെ ദേവി ആ പാല് മുഴുവൻ എടുത്ത് കുടിച്ചു. പാല് മുഴുവൻ കുടിച്ചതിന് ശേഷം ആ പാലിന്റെ പാത്രം, അവശിഷ്ടമായി ഒന്നും തന്നെ ഇല്ലാത്ത പാലിന്റെ പാത്രം ശങ്കരന്റെ മുമ്പിൽ വെച്ചു. ശങ്കരൻ എല്ലാ ദിവസവും ഈ അവശിഷ്ടം ഭക്ഷിക്കുന്ന ആ ചിന്തയോടുകൂടി ബാക്കി കുടിക്കാൻ എടുത്ത സമയത്ത് ഒട്ടും തന്നെ ബാക്കിയില്ല. ഇത് അമ്മ മുഴുവൻ കുടിച്ചല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ഉറക്കെ കരയുന്നു. ഈ കരച്ചിൽ അമ്മയ്ക്ക് സഹിച്ചില്ല. അമ്മ വേഗം തന്നെ കുട്ടി ശങ്കരന്റെ മടിയിലേക്ക് എടുത്തു വെച്ചിട്ട് സ്വന്തം മുലപ്പാൽ കൊടുത്തു. അമ്മ അപ്രത്യക്ഷയായി. അതിനുശേഷം ആ ശ്രീകോവിൽ നിന്ന് പുറത്തു വന്ന ശങ്കരാചാര്യൻ പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ കൃതികൾ തുടങ്ങിയെന്നാണ്. ദേവി ഭുജംഗം ആ സമയത്ത് എഴുതിയതാണെന്നാണ് പറയുന്നത്. ദേവി ഭുജംഗം എന്ന് പറയുന്ന കൃതി ആ സമയത്ത് 3-4 വരികൾ ചൊല്ലിയെന്നാണ് പറയുന്നത്. വിരിഞ്ചാദിഭിർ പഞ്ചഭിർലോകപാലൈഹി സംഊഢേ മഹാനന്ദ പീഠേ നിഷണ്ണം ധനുർബാണ പാശാങ്കുശപ്രോദഹസ്തം മഹസ്ത്രൈപുരം ശങ്കരാദ്വൈതമപ്യാത്. ഈ ലോകം മുഴുവനും അമ്മയിൽ സൃഷ്ടിക്കപ്പെട്ടതല്ലേ, ജഗജ്ജാലമേതത്വയൈവാംബ സൃഷ്ടം എന്ന് പറഞ്ഞ അപ്പൊ തന്നെ തുടങ്ങിയതാണ് കൃതികൾ. പിന്നെ വരുന്ന വഴി ഇങ്ങനെ കവിതകൾ രചിച്ചു കൊണ്ടേ വരികയാണ്. ഇങ്ങനെ വന്ന സമയത്ത് വീട്ടിലെത്തിയതിനു ശേഷം ഈ അമ്മയ്ക്ക് ഈ കുട്ടിയെ കണ്ട സമയത്ത് എന്തോ കുട്ടിക്ക് സംഭവിച്ചല്ലോ എന്ന് തോന്നുന്നു. വേഗം തന്നെ പിതാവ് ആ സമയത്ത് തന്നെ അവിടെ എത്തി. പിതാവിന് ഈ കുട്ടിയുടെ വാഗ്ധോരണി, ആ സാഹിത്യം പുറത്തേക്ക് വരുന്നു, കവിതകൾ വരുന്നത് കണ്ട് അത്ഭുതപ്പെട്ട് പേടിച്ചു നിൽക്കുകയാണ് പിതാവ്. ഈ സമയത്ത് ഒരു അശരീരി ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ കുട്ടി ശങ്കരന്റെ അവതാരമാകുന്നു. ഈ കുട്ടിയെപ്പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട, ചിന്താ മാസ്തു അയം ബാലകഃ മമ, ഈ കുട്ടി എന്റേതാകുന്നു എന്നവിടെ അശരീരി വാക്കുണ്ടായി എന്നാണ് പറയുന്നത്. ഈ കുട്ടിയാണ് ശങ്കരാചാര്യരെന്ന് ലക്ഷ്മീധരൻ വ്യാഖ്യാനിച്ചു സമർത്ഥിക്കുന്നു. ഇവിടെ ദാക്ഷിണാത്യ ഗുരുക്കന്മാരെ പറ്റി നമ്മളിവിടെ ആ തിരുജ്ഞാന സംബന്ധരാണ് കുട്ടി എന്ന് പറയുന്നതിൽ 6 മാസം പ്രായമുള്ള കുട്ടിയാണ്, കുട്ടിക്ക് മുലപ്പാൽ കൊടുത്ത കുട്ടിയാണ് തിരുജ്ഞാന സംബന്ധർ. ഇവിടെ തമിഴ്നാട്ടില് 64ഓളം സിദ്ധന്മാരുണ്ട്. 64 എന്നും 63 എന്നും പറയും. അതിൽ പ്രധാനപ്പെട്ടവര് ദാക്ഷിണാത്യ ഗുരുക്കന്മാരാണ് ഈ പേരുകൾ അറിയപ്പെടുന്നത്. ദാക്ഷിണാത്യ ഗുരുക്കന്മാരാണ്. ഒന്ന് ചേക്കഴിയാർ പെരിയ പുരാണം എന്ന ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് ഈ ഗുരുക്കന്മാരെ പറ്റി, ഈ 64 സിദ്ധന്മാരെ പറ്റി. അതിൽ ഏറ്റവും പ്രധാനിയാണ് തിരുജ്ഞാന സംബന്ധര്. അപ്പർ മാണിക്യവാചകര്, സുന്ദരമൂർത്തി നായനാര്, കമ്പര്, തിരുവള്ളുവര്, കണ്ണപ്പ നായനാർ. ആ കണ്ണപ്പ നായനാരുടെ പറ്റിയാണ് നമ്മൾ നേരത്തെ ഒരു ശ്ലോകത്തിൽ സ്മരിച്ചു. കാളഹസ്തി എന്ന ക്ഷേത്രത്തിൽ ഒരു ബ്രാഹ്മണ പൂജാരിയും അബ്രാഹ്മണ പൂജാരിയും പൂജ ചെയ്തതിന് ശേഷം അബ്രാഹ്മണ പൂജാരി കണ്ണെടുത്ത് കൊടുക്കുവാൻ ശ്രമിച്ച സമയത്ത് പരമേശ്വരനും പാർവതിയും അവിടെ പ്രത്യക്ഷപ്പെട്ട് കണ്ണെടുക്കണ്ട തിണ്ണപ്പ എന്ന് പറഞ്ഞതിന് ശേഷം കണ്ണ് തിരിച്ചു നൽകി. ആ അബ്രാഹ്മണ പൂജാരിയായിരിക്കുന്ന കാട്ടാളനാണ് കണ്ണപ്പ നായനാർ. ഇവിടെ തിരുജ്ഞാന സംബന്ധരുടെ മാത്രം നമുക്കൊന്ന് സ്പർശിക്കാം. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തമിഴ്നാട്ടിലെ ഒരു യുവ ശൈവ കവിയായ തിരുജ്ഞാന സംബന്ധർ തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണത്തിനടുത്തുള്ള ഷീർകാഴിയിൽ ഒരു ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചത്. 3-ാം വയസ്സിൽ ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ട് ദിവ്യജ്ഞാനം നൽകി എന്നാണ് പറയപ്പെടുന്നത്. ഇതിനുശേഷമാണ് തിരുജ്ഞാന സംബന്ധർ എന്ന പേരിൽ പ്രസിദ്ധനായത്. ചേക്കിഴാർ രചിച്ച പെരിയ പുരാണത്തിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച പരാമർശങ്ങളുണ്ട്.
ഒരിക്കൽ പാണ്ഡ്യദേശം ഭരിച്ചിരുന്ന കുബ്ജ പാണ്ഡ്യരാജാവിന് അതികഠിനമായ ഒരു ജ്വരം ബാധിച്ചു. പല വൈദ്യന്മാരും ചികിത്സിച്ചിട്ടും ഫലമുണ്ടായില്ല. ബന്ധുക്കൾ തിരുജ്ഞാന സംബന്ധരെ ശരണം പ്രാപിച്ചു. അദ്ദേഹം കൊട്ടാരത്തിലെത്തി ശിവനെ സ്മരിച്ചുകൊണ്ട് രാജാവിന്റെ ദേഹത്ത് ഭസ്മം പൂശി. അതോടെ ജ്വരം പൂർണ്ണമായും ശമിച്ചു. രാജാവിന് അല്പം കൂനുണ്ടായിരുന്നതിനാൽ കുബ്ജപാണ്ഡ്യൻ എന്നാണ് വിളിച്ചിരുന്നത്. ഭസ്മം പൂശിയതിനു ശേഷം കൂന് മാറുകയും സുന്ദരനാവുകയും ചെയ്തു. ഇതിനുശേഷം കുബ്ജപാണ്ഡ്യൻ സുന്ദരപാണ്ഡ്യൻ എന്ന പേരിലാണ് പ്രസിദ്ധനായത്. രാജാവ് തിരുജ്ഞാന സംബന്ധരെ പ്രണമിക്കുകയും ശിവഭക്തനാകുകയും ചെയ്തു. ഈ സംഭവത്തെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ അനുകമ്പ ദശകം എന്ന കൃതിയിൽ ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരുതാം വേലകൾ ചെയ്ത മൂർത്തിയോ, അനുകമ്പ ദശകം എന്ന 10 കൃതി ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. പുരുഷാകൃതി പൂണ്ടദൈവമോ, നരദിവ്യാകൃതി പൂണ്ടധർമ്മമോ, പരമേശ പവിത്രപുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ. നബിയെ പറ്റി ഗുരുദേവൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുദേവനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. പുരുഷാകൃതി പൂണ്ട ദൈവമാണ് ശ്രീരാമൻ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമാണ് ധർമ്മപുത്രൻ, പരമേശ പവിത്രപുത്രനെ അവിടെ യേശുദേവനായിട്ടാണ് ഗുരുദേവൻ എഴുതിയിരിക്കുന്നത്. കരുണാവാൻ നബി മുത്തുരത്നമോ, കരുണയായിരിക്കുന്ന നബി മുത്തുരത്നമാണോ? ആ അനുകമ്പ ദശകത്തിലെ 7ാമത്തെ ശ്ലോകമാണ് ഞാൻ ചൊല്ലിയത്. 8ാമത്തെ ശ്ലോകത്തിലാണ് ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ, തിരുജ്ഞാന സംബന്ധരാണോ എന്ന് ഗുരുദേവൻ ഇതുവരെ സ്മരിച്ചിരിക്കുന്നു. ഈ ശിവഭക്തന്മാരുടെ നാടാണ് ഈ തമിഴ്നാട്. അവിടെയാണ് കൂടുതൽ ശിവഭക്തന്മാർ. അതെന്തുകൊണ്ടാണ്? കുംഭകോണം എന്ന് പറയുന്ന വലിയ പ്രസിദ്ധമായിരിക്കുന്ന ശിവക്ഷേത്രം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ തമിഴ്നാട്ടിൽ പ്രസിദ്ധമായിരിക്കുന്ന കൃതികളിലൊരു ശ്ലോകം പറയുന്നുണ്ട്, അന്യക്ഷേത്രേ കൃതം പാപം പുണ്യക്ഷേത്രേ വിനശ്യതി. ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെച്ച് ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപം നശിപ്പിക്കണമെങ്കിൽ പുണ്യക്ഷേത്രങ്ങളെ ശരണം പ്രാപിക്കണം. ഉദാഹരണമായി ഞാൻ തന്നെ എൻ്റെ തന്നെ ഒരു അനുഭവമായ രൂപത്തിൽ ഒരു കഥ പറയുന്നു. ഇത് യാഥാർത്ഥ്യമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുക. അത് തെറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് സമാധാനം കിട്ടുന്നില്ല. വേഗം തന്നെ ഞാൻ ചെല്ലേണ്ടത് ക്ഷേത്രങ്ങളിൽ ദേവതമാരുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ദോഷം മാറ്റാം, പ്രായശ്ചിത്തം ചെയ്യാം, പ്രാർത്ഥനകൾ പരിഹാരങ്ങളായിട്ട് ചെയ്യാം. ഇനി ക്ഷേത്രത്തിൽ വെച്ചൊരു പാപം ചെയ്താൽ അന്യക്ഷേത്രേ കൃതം പാപം പുണ്യക്ഷേത്രേ വിനശ്യതി, പുണ്യക്ഷേത്രേ കൃതം പാപം വാരാണസ്യാം വിനശ്യതി. ഞാൻ എൻ്റെ ക്ഷേത്രത്തിൽ പോയ സമയത്ത് ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ക്ഷേത്രത്തിൽ ഞാൻ ചെന്ന് പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് ആ ഭണ്ണാരത്തിന്റെ മുമ്പിൽ ഒരു 500 രൂപയുടെ നോട്ടിരിക്കുക. ചുറ്റും നോക്കിയപ്പോൾ അവിടെ ആരുമില്ല, മേൽശാന്തി അകത്ത് പൂജയിലാണ്. പരമദാരിദ്ര്യം അനുഭവിക്കുന്ന ഭക്തനാണ് ഞാൻ. ഭഗവാനെ, ഞാൻ ഈ 500 നോട്ട് എടുത്തോട്ടെ എന്ന് വിചാരിച്ചത് ഞാൻ എൻ്റെ പോക്കറ്റിലാക്കി തൊഴുത് പോന്നു. ഇതാരും അറിഞ്ഞിട്ടില്ല, ഭഗവാൻ ഞാൻ മാത്രമേ നിൽക്കൂ. അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. ക്ഷേത്രത്തിന് സ്വത്ത് അപഹരിച്ചിരിക്കുക. ക്ഷേത്ര സ്വത്ത് അപഹരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? കാശി വിശ്വനാഥന്റെ മുമ്പിൽ പോയി ക്ഷമായാചന ചെയ്യണം. വാരാണസിയിലേക്ക് ഞാൻ പോയിക്കൊള്ളുന്നു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ, എനിക്കൊരബദ്ധം പറ്റി, എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുമെന്നാണ്. ഈ ഞാൻ പോയി വാരാണസിയിൽ പോയി കാശി വിശ്വനാഥന്റെ മുമ്പിൽ നിന്ന സമയത്ത് അവിടെ ഭരണാർത്ഥത്തിൽ 500 നോട്ടിരിക്കുക. വേഗം അതും ഞാൻ കൈക്കലാക്കി. അതിനുശേഷം എനിക്ക് സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നേരെ കുംഭകോണത്ത് പോയിക്കൊള്ളും. കുംഭകോണം എന്ന് പറയുന്നത് വാരാണസിയിലുള്ള കാശി വിശ്വനാഥനെയും വലിയ മഹത്വമാണ് ആ കുംഭകോണ ശിവനുള്ളത്. അന്യക്ഷേത്രേ കൃതം പാപം പുണ്യക്ഷേത്രേ വിനശ്യതി, പുണ്യക്ഷേത്രേ കൃതം പാപം വാരാണസ്യാം വിനശ്യതി, വാരാണസ്യാം കൃതം പാപം കുംഭകോണേ വിനശ്യതി, കുംഭകോണേ കൃതം പാപം കുംഭകോണേ വിനശ്യതി. ഇതാണ് പ്രമാണം. വാരാണസിയിൽ വെച്ച് ഞാൻ പൈസ മോഷ്ടിച്ചതിന്റെ പ്രായശ്ചിത്തമായി കുംഭകോണത്ത് പോയി പ്രാർത്ഥിച്ചുകൊള്ളും. കുംഭകോണത്തിൽ ഞാൻ നിന്ന സമയത്ത് അവിടെയും ഭണ്ണാരത്തിൽ 500 നോട്ട്, അതും മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അവിടെ തന്നെയുള്ള ശിവനെയാണ് പ്രാപിക്കേണ്ടത്. വേറെ ശിവസങ്കല്പം ഈ ലോകത്ത് വേറെ എവിടെയും ഇല്ല. അത്രയും പ്രാധാന്യമാണ് ഈ തമിഴ്നാടിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിനെ ശൈവ സിദ്ധാന്തത്തിൽ പ്രാധാന്യമായിട്ട് പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. ആ ഗൗഡേ വിദ്യ, ഭാരതത്തിലെ 5 സംസ്ഥാനങ്ങളിൽ ബംഗാളിലാണ് ഗൗഡേ വിദ്യ, ആത്മീയമായിരിക്കുന്ന വിദ്യയ്ക്ക് പ്രാധാന്യമുള്ളത്. ശിവശ്ചോളേ, ശൈവ സിദ്ധാന്തത്തിന് ചോള രാജ്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാടിനാണ് പ്രാധാന്യം. മന്ത്രസിദ്ധിസ്തു കേരളേ, മന്ത്രസിദ്ധി ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അത് പരശുരാമ നിർമ്മിതമായതുകൊണ്ട് തന്നെയാണ്. കർണാടകേഹി അങ്കനാഭാഗ്യം, കർണാടകത്തിൽ സുന്ദരിമാരായിരിക്കുന്ന സ്ത്രീകളുടെ ജനനം കൂടുതലും കർണാടക ദേശത്താണ് പറയുന്നത്. കാശ്മീരെ വൈ ചതുഷ്ടയം, കാശ്മീരിൽ ഇത് 4 കൂടിയാണ്. എന്തുകൊണ്ടെന്നാൽ
അത് കൈലാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ തമിഴ്നാട്ടിൽ കുംഭകോണ ശിവന് പ്രാധാന്യം വരുവാനുള്ള ഒരു കാരണം എന്തായിരുന്നു? പണ്ടുകാലത്ത് ബ്രഹ്മപ്രളയം വന്ന സമയത്ത് ദേവതമാരെല്ലാവരും കൂടി ഒത്തുകൂടി എന്താണ് ചെയ്യേണ്ടത്, എല്ലാം നശിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ദേവദാരം, ചന്ദനം ഇങ്ങനെയുള്ള ദേവവൃക്ഷങ്ങളും നശിക്കും. ദേവവൃക്ഷങ്ങൾ നശിക്കുവാൻ ദേവന്മാർക്ക് താല്പര്യമില്ല. വേഗം തന്നെ ദേവന്മാർ എന്ത് ചെയ്തു? ആ പ്രളയത്തിന് മുമ്പായിട്ട് ചന്ദനം, ദേവദാരു, ചെമ്പകം ഇങ്ങനെയുള്ള ദേവവൃക്ഷങ്ങളുടെ വിത്തുകൾ അവർ ശേഖരിച്ചു. വിത്ത് ശേഖരിച്ചതിന് ശേഷം ഒരു കുടത്തിലായി. ഈ കുടത്തിന്റെ അകത്ത് വിത്തുകളെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. ദേവലോകത്ത് അമൃതം സൂക്ഷിച്ചിട്ടുണ്ടല്ലോ, കുറച്ച് അമൃതം അതിൻ്റെ അകത്ത് വെച്ചു. അതിനുശേഷം അത് ശരിക്ക് കെട്ടി ഭദ്രമാക്കി അതിൻ്റെ മുകളിൽ ഒരു തേങ്ങ വെച്ചു. ആ തേങ്ങ പൂമാല കൊണ്ട് അലങ്കരിച്ചു. ഒരു പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കലശം പോലെയാക്കി. ആ കലശം ബ്രഹ്മപ്രളയം വരാൻ കാത്തു നിൽക്കുകയാണ് ദേവന്മാർ. ഈ പ്രളയം വന്ന സമയത്ത് വെള്ളം ഒഴുകി വന്ന സമയത്ത് ഈ കുടം ആ വെള്ളത്തിലേക്ക് അവരിട്ടു. പ്രളയം കഴിഞ്ഞു, എല്ലാം ശമിച്ച സമയത്ത് ഈ കുടം പോയി നിന്നത് കുംഭകോണത്തിലായി. അതുകൊണ്ടാണ് കുംഭകോണം എന്ന് പേര് വന്നിരിക്കുന്നത്. ഇങ്ങനെ പോയി നിന്നു, എല്ലാം ശമിച്ചു. പ്രളയം കഴിഞ്ഞതിന് ശേഷം പരമശിവൻ ഒരു വേടന്റെ രൂപത്തിലായിട്ട് വന്നു. വേടന്റെ രൂപത്തിലായിട്ട് വന്നിട്ട് ഈ കുടം പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ വിത്തുകളെല്ലാം വീണ്ടും ഭൂമിയിൽ പാകി മുളപ്പിച്ചു എന്നാണ് കഥ. ഇത് കുംഭകോണത്തിന്റെ ഒരു പ്രാധാന്യമായിട്ട് അവിടെയുള്ള ഗ്രന്ഥങ്ങളിൽ പ്രത്യേകം പറയുന്നു. അപ്പോൾ ഏറ്റവും പ്രാധാന്യം കാശി വിശ്വനാഥനല്ല, തമിഴ്നാട്ടിലെ കുംഭകോണ ശിവനിലാണ്. തമിഴ്നാട്ടിൽ ആരെല്ലാം ദേവീഭക്തന്മാർ പോകുന്നുണ്ടോ കുംഭകോണത്തെ ദർശിക്കാതെ പോകരുത്. അവിടെ പരമശിവൻ ആ സമയത്ത് ഈ പൊട്ടിച്ചതിന് ശേഷം, വിത്തുകൾ എടുത്തതിന് ശേഷം അവിടെ മണ്ണ് ശേഖരിച്ചതിന് ശേഷം ആ മണ്ണ് കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി അതവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ആ ശിവലിംഗത്തിൽ അത് മനുഷ്യപ്രതിഷ്ഠ അല്ലാത്തതിനാൽ അതിൻ്റെ മുകളിൽ നമ്മൾ അഭിഷേകം ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. അവിടെ ഒരു ഗോളക വെച്ചതിന് ശേഷം മാത്രമാണ് അഭിഷേകം ചെയ്യുന്നത്. ഈ സമയത്ത് ഈ കുംഭത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന പൂമാല, മുല്ലപ്പൂമാലയുള്ള മാലകളൊക്കെ കുറെ അവർ അലങ്കരിച്ചിട്ടാണ് ഇത് വിട്ടത്. ഈ മാലകൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും ശിവക്ഷേത്രങ്ങൾ പൊങ്ങി വന്നു, ശിവലിംഗങ്ങൾ പൊങ്ങി വന്നു. ആ മാലയ്ക്ക് തന്നെ പ്രാധാന്യമുണ്ടായി. തിരുവാനക്കോവിലെല്ലാം ഈ മാലയിൽ നിന്ന് ശിവക്ഷേത്രങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ശിവ സംബന്ധമായിരിക്കുന്ന ഭക്തന്മാരാണ് ഈ 8 പേര് ഞാൻ പറഞ്ഞു വരും. അപ്പര്, തിരുജ്ഞാന സംബന്ധര്, നേരത്തെ പറഞ്ഞിരിക്കുന്നവരെല്ലാവരും തന്നെ ശിവഭക്തന്മാരായിട്ട് ജനിച്ചു. അതിന്റെ പ്രാധാന്യം ഈ കുംഭകോണം ആയതുകൊണ്ടാണ്. ആ കോണിൽ വന്ന് കുംഭം നിന്നു. നമ്മൾ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺ പോലെ കുംഭകോണത്ത് ഒരു കോണുണ്ടായിരുന്നു, ഒരു മൂല ഉണ്ടായിരുന്നു. ആ മൂലയിൽ കുംഭം വന്നതുകൊണ്ടാണ്, കോണത്തിൽ വന്നതുകൊണ്ട് കുംഭകോണം എന്ന പേരിലാണ് അറിയുന്നത്. അടുത്ത ശ്ലോകമാണ് ദേവിയുടെ ശരീരവർണ്ണന ചെയ്യുന്ന 76ാമത്തെ ശ്ലോകം. അത് വർണ്ണിക്കുന്നത് ദേവിയുടെ വയറിന്റെ ഭാഗത്തുള്ള രോമാവലിയുടെ ഭംഗിയാണ് പറഞ്ഞ വിഷയം. സാമുദ്രിക ശാസ്ത്രപ്രകാരം സൗന്ദര്യ ലക്ഷണം പറയുന്നു. ഈ ലക്ഷണങ്ങൾ സുന്ദരിയായിരിക്കുന്ന ദേവിയിൽ മുഴുവനും ശങ്കരാചാര്യർ കണ്ടിരുന്നു എന്നാണ്. ഹരക്രോധജ്വാല വലഭിരവലീഠേന വപുഷ ഗഭീരേ തേ നാഭീസരസി കൃതസംഗോ മനസിജഃ സമുത്തസ്ഥൗ തസ്മാത് അചലതനയേ ധൂമലതിക ജനസ്താം ജാനീതേ തവ ജനനി രോമാവലിരിതി. ഹരക്രോധജ്വാലാവലഭിരവലീഠേന വപുഷ ഗഭീരേ തേ നാഭീസരസി കൃതസംഗോ മനസിജഃ സമുത്തസ്ഥൗ തസ്മാത് അചലതനയേ ധൂമലതിക ജനസ്താം ജാനീതേ തവ ജനനി രോമാവലിരിതി. ഹരക്രോധജ്വാലാവലഭിഃ അവലീഠേന വപുഷ ഗഭീരേ തേ നാഭീസരസി കൃതസംഗോ മനസിജഃ സമുത്തസ്ഥൗ തസ്മാത് അചലതനയേ ധൂമലതിക ജനഃ താം ജാനീതേ തവ ജനനി രോമാവലിരിതി. ജ്വാലാവലിഭിഃ അവലീഠേന ജ്വാലാവലഭിരവലീഠേന
കൃതസംഗഃ മനസിജഃ കൃതസംഗോ മനസിജഃ ജനഃ താം ജനസ്താം. അന്യം നോക്കിക്കോളൂ. ഹേ അചലതനയേ മനസിജഃ ഹരക്രോധജ്വാല വലിഭിഃ അവലീഠേന വപുഷാ ഗഭീരേ തേ നാഭീസരസി കൃതസംഗഃ തസ്മാത് ധൂമലതികാ സമുത്തസ്ഥൗ ജനനി താം ജനഃ തവ രോമാവലിഃ ഇതി ജാനീതേ. ഹേ അചലതനയേ മനസിജഃ ഹരക്രോധജ്വാലാവലിഭിഃ. ഹേ അചലതനയേ മനസിജഃ ഹരക്രോധജ്വാലാവലഭിഃ ജ്വാലാവലിഭിഃ ഹരക്രോധജ്വാലാവലിഭിഃ അവലീഠേന വപുഷാ ഹരക്രോധജ്വാലാവലിഭിഃ അവലീഠേന വപുഷാ ഗഭീരേ തേ നാഭീസരസി ഗഭീരേ തേ നാഭീസരസി കൃതസംഗഃ കൃതസംഗഃ തസ്മാത് ധൂമലതികാ സമുത്തസ്ഥൗ ജനനി താം ജനഃ ഗഭീരേ തേ നാഭീസരസി കൃതസംഗഃ തസ്മാത് കൃതസംഗഃ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. തസ്മാത് ധൂമലതികാ സമുത്തസ്ഥൗ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. ജനനി ഹ്രസ്വമാണ്, സംബോധന പ്രഥമയാണ്, ഒരു കൊമ ഇടുക. താം ജനഃ തവ രോമാവലിഃ ഇതി ജാനീതേ. താം ജനഃ ജനനി താം ജനഃ തവ രോമാവലിഃ ഇതി ജാനീതേ. ഹേ അചലതനയേ അല്ലയോ പർവ്വതപുത്രിയായ അമ്മേ, മനസിജഃ കാമദേവൻ ഹരക്രോധജ്വാലാവലിഭിഃ അവലീഠേന ശിവന്റെ ക്രോധാഗ്നിജ്വാലകളാൽ ആ ജ്വാലകളുടെ സമൂഹത്താൽ അവലീഠേന വിഴുങ്ങപ്പെട്ട അല്ലെങ്കിൽ വ്യാപിക്കപ്പെട്ട വപുഷ ശരീരത്തോടുകൂടി ഗഭീരേത്തെ നാഭീസരസി നിൻ തിരുവടിയുടെ ആഴമുള്ള ഗഭീരമായ ആഴമുള്ള നാഭിയാകുന്ന സരസിൽ ആ പൊയ്കയിൽ കൃതസംഗം ചേർന്നവനായി മുങ്ങിപ്പോയി. തസ്മാത് അപ്പോൾ അതിൽ നിന്ന് ധൂമലതികാ സമുത്തസ്ഥവും ധൂമമാകുന്ന വള്ളി ഒരു പുകക്കൂട്ടം വള്ളി പോലെ വളഞ്ഞു പൊങ്ങുന്ന ഒരു പുക ഉണ്ടായി. ജനനി അല്ലയോ അമ്മേ, താം അതിനെ ആ പുകയെ ജനഹ ജനങ്ങൾ തവ രോമാവലിഃ ഇതി ജാനീതേ നിന്തിരുവടിയുടെ രോമാവലിയാണ് എന്ന് അറിയുന്നു എന്ന് വർണ്ണിക്കുന്നു. ജനങ്ങൾ അങ്ങനെയാണ് കരുതുന്നത്. ഇവിടെ ഇരുമ്പ് പണിയുന്ന വർക്ക്ഷോപ്പിൽ ആ ഇരുമ്പ് ചൂടാക്കിയതിനു ശേഷം വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് ഒരു പുക ഉണ്ടാകും. അതുപോലെ ഇവിടെ ഗഭീരേ തേ നാഭീസരസി നിന്തിരുവടിയുടെ ആഴമുള്ള നാഭീസരസിൽ ചേർന്നവനായിട്ട് ആ മനസ്സിജൻ കാമദേവൻ അതിൽ നിന്ന് പുകക്കൂട്ടം മുകളിലേക്ക് വന്നു. ധൂമമാകുന്ന വള്ളി അത് പൊങ്ങി വന്ന സമയത്ത് അമ്മയെ അതിനെ ജനങ്ങൾ കണ്ടിട്ട് അമ്മയുടെ രോമാവലിയാണ് എന്ന് വർണ്ണിക്കുന്നു. പർവ്വതപുത്രിയായ അല്ലയോ അമ്മേ, ശ്രീ പരമേശ്വരന്റെ കോപാഗ്നിജ്വാലാ സമൂഹത്താൽ എരിഞ്ഞ ശരീരത്തോടുകൂടി കാമദേവൻ നിന്തിരുവടിയുടെ ഗഭീരമായ നാഭിയാകുന്ന സരസിൽ മുങ്ങി. കാമദേവനെ ദഹിപ്പിച്ച സമയത്ത് വേഗം ദേവിയുടെ അടുക്കിലേക്ക് വന്നിട്ട് ആ നാഭിയിലേക്ക് മുങ്ങി. അപ്പോൾ അതിൽ നിന്നും ധൂമലതിക ഉയർന്നു വന്നു. അതിനെ ജനങ്ങൾ പറയുന്നത് അമ്മയുടെ രോമാവലിയാണെന്നാണ്. ദേവിയുടെ ഉദരഭാഗത്തുള്ള രോമാവലിയുടെ ഭംഗിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ശിവന്റെ തപസ് മുടക്കിയ കാമദേവൻ നേത്രാഗ്നിയിൽ ദഹിച്ച കഥ പ്രസിദ്ധമാണ്. ശ്രീ പരമേശ്വരന്റെ കോപാഗ്നിയുടെ ജ്വാലാസമൂഹം ശരീരമാകെ വ്യാപിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായി കാമദേവൻ ദേവിയുടെ നാഭിയാകുന്ന ഗഭീര സരസിൽ എടുത്തു ചാടി. വെന്തരിയുന്ന ശരീരം സരസിൽ പതിച്ചപ്പോൾ അതിൽ നിന്നും ധൂമലതിക ഉയർന്നു വന്നു. ശ്യാമവർണ്ണമായ ആ ധൂമലതികയെയാണ് ജനങ്ങൾ ദേവിയുടെ ഉദരഭാഗത്തുള്ള രോമാവലിയായി വ്യവഹരിക്കുന്നത്. ദേവിയുടെ ഉദരഭാഗത്ത് നാഭിക്കു മുകളിൽ
നേർത്ത വള്ളി പോലെ ശ്യാമാഭമായി കാണുന്ന രോമാവലിയാണ് ഇവിടെ വർണ്ണിക്കപ്പെടുന്നത്. സാമുദ്രിക ശാസ്ത്രപ്രകാരം ഉത്തമ സ്ത്രീ സൗന്ദര്യ ലക്ഷണമായി ഈ രോമാവലി കണക്കാക്കപ്പെടുന്നു. കാമദേവന്റെ ദഹിച്ച ശരീരം മുങ്ങിയ ലോകത്തെയും ആകർഷിക്കാൻ പോകുന്ന ഭംഗി നാഭിക്കുണ്ടെന്നും വ്യംഗ്യമായി സൂചിപ്പിക്കുന്നു. നാഭി ഇരിക്കുന്നത് ത്രൈലോക്യാധിപത്യം കുറിക്കുന്നുവെന്ന് സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നു. ആ കാണാൻ സാധിക്കാത്തതായ ത്രൈലോക്യാധിപത്യം കുറിക്കുന്നുവെന്ന് സാമുദ്രിക ശാസ്ത്രത്തിൽ പറയും. ഗഭീര എന്ന വിശേഷണം കൊണ്ട് ഈ യോഗ്യതകൾ ദേവിയുടെ നാഭിക്കുണ്ടെന്ന് സിദ്ധിക്കുന്നു. ഹരന്റെ ക്രോധാഗ്നിജ്വാലകളും കാമദേവന്റെ സർവ ആകർഷകമായ ശരീരവും അതിൽ വിലയം പ്രാപിക്കുന്നു. അതിൽ നിന്ന് ഉയർന്ന ധൂമലതികയാണ് ദേവിയുടെ രോമാവലി എന്ന അലങ്കാര പ്രയോഗം ദേവിയുടെ സൗന്ദര്യത്തെ വ്യക്തമാക്കുന്നു. സൗന്ദര്യം ആ ലളിതാ സഹസ്രനാമത്തിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. നാഭ്യാല വാല രോമാലി ലതാഫല കുജദ്വയി. നാഭിയാകുന്ന പൊക്കിൾക്കുഴി ആകുന്ന ആ ആലവാലത്തിൽ തടത്തിൽ നിന്നുണ്ടാകുന്ന രോമാളിയാകുന്ന ലതയുടെ രണ്ട് ഫലങ്ങളായ സ്ഥലങ്ങളോടുകൂടിയവൾ. നാഭ്യാല വാല രോമാലി, ആ പൊക്കിൾക്കുടിയിൽ നിന്നും ആ ഉണ്ടായി വന്ന ലതയാണ്, വള്ളിയാണ്, അത് ചെടിയാണ്. ആ ചെടിയുടെ രണ്ട് ഫലങ്ങളാണ് ദേവിയുടെ സ്ഥലങ്ങൾ എന്ന് വശന്യാദി വാഗ്ദേവതകളും അത് വർണ്ണിച്ചിട്ടുണ്ട്. ഫലശ്രുതി പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളിലും വ്യവഹാരങ്ങളിലും ജയമുണ്ടാകുന്നു. ആത്മജ്ഞാനം പെട്ടെന്ന് കിട്ടുവാൻ സാധ്യമാകുന്നു. 77ാമത്തെ ശ്ലോകം ദേവിയുടെ ആ രോമാവലിയെ തന്നെയാണ് ശങ്കരാചാര്യർ വർണ്ണിക്കുന്നത്. ഇങ്ങനെ ഒരു സന്യാസി ഇങ്ങനെ ഈ രോമാവലി എല്ലാം കാണുന്നുണ്ടല്ലോ, ഇത് ശരിയാണോ എന്ന സംശയം വരെ ഇവിടെ ജനിപ്പിക്കുന്നു. ഒരു സന്യാസി ശ്രേഷ്ഠൻ ഇങ്ങനെ ദേവിയുടെ ആന്തരികമായിരിക്കുന്ന അവയവങ്ങളെപ്പറ്റി കാണാൻ പാടുണ്ടോ? ഇത് ശങ്കരാചാര്യർ കണ്ടത് ബാഹ്യചക്ഷസ് കൊണ്ടല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ണടച്ചിരുന്ന സമയത്ത് ദേവി ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ദേവി തന്നെ കാണിച്ചു കൊടുക്കുകയാണ്, എൻ്റെ സൗന്ദര്യം എൻ്റെ ഭക്തൻ കാണുക, ഇത് മറ്റു ഭക്തന്മാരെ അറിയിക്കുക. ഇതാണ് സന്ദേശം. മറ്റു തെറ്റിദ്ധാരണകളൊന്നും ഇവിടെ വരാൻ പാടില്ല. ഇത് അലൗകികമായിരിക്കുന്ന വർണ്ണനയാണ്, ലൗകിക വർണ്ണന അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. 77ാമത്തെ ശ്ലോകം. യഥേതത് കാളിന്ദീ തനുതര തരംഗാകൃതി ശിവേ കൃഷേ മധ്യേ കിഞ്ചിത് ജനനി തവ യത് ഭാതി സുധിയാം വിമർദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശദിവ നാഭിൻ കുഹരിണീം. യഥേതത് കാളിന്ദീ തനുതര തരംഗാകൃതി ശിവേ കൃഷേ മധ്യേ കിഞ്ചിത് ജനനി തവ യത് ഭാതി സുധിയാം വിമർദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശദിവ നാഭിൻ കുഹരിണീം. യത് ഏതത് കാളിന്ദീ തനുതര തരംഗാകൃതി ഒറ്റപദം ശിവേ കൃഷേ മധ്യേ കിഞ്ചിത് ജനനി തവ യത് ഭാതി സുധിയാം വിമർദാത് അന്യോന്യം കുചകലശയോഹോ അന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശത് ഇവ നാഭിം കുഹരിണീം. യത് ഏതത്, യത് ഏതത്, യഥേതത് വിമർദാത് അന്യോന്യം വിമർദാദന്യോന്യം കുചകലശയോഹോ അന്തരഗതം കുചകലശയോരന്തരഗതം പ്രവിശത്ത് ഇവ പ്രവിശദിവ. അന്വയം. ഹേ ശിവേ ജനനി തവ കൃശമധ്യേ യദേതത് കാളിന്ദീ തനുതര തരംഗാകൃതി കിഞ്ചിത് സുധിയാം യത് ഭാതി കുചകലശയോരന്തരഗതം തനുഭൂതം വ്യോമ അന്യോന്യം വിമർദാത് കുഹരിണീം നാഭിം പ്രവിശത് ഇവ. ഹേ ശിവേ ജനനി, ഹേ ശിവേ ജനനി ഹേ ശിവേ ജനനി തവ കൃശമധ്യേ, തവ കൃശമധ്യേ
തവ കൃശമധ്യേ യദേതത് കാളിന്ദീതനുതരതരംഗാകൃതി യദേതത് കാളിന്ദീതനുതരതരംഗാകൃതി കിഞ്ചിത് സുധിയാം യത് ഭാതി കിഞ്ചിത് സുധിയാം യത് ഭാതി കുചകലശയോരന്തരഗതം കാളിന്ദി തനുതര തരംഗാകൃതി കിഞ്ചിത് സുധിയാം യത് ഭാതി കുചകലശയോരന്തരഗതം തനുഭൂതം വ്യോമ അന്യോന്യം വിമർദാത് കുഹരിണീം നാഭിം പ്രവിശദിവ ഹേ ശിവേ ജനനി, അല്ലയോ സർവമംഗളകാരിണിയായ അമ്മേ, തവ നിന്തിരുവടിയുടെ കൃശമധ്യേ യതേതത് കാളിന്ദീതനുതര തരംഗാകൃതി, അമ്മയുടെ മധ്യപ്രദേശം, കൃശമായ മധ്യപ്രദേശത്തിൽ യതേതത് കാളിന്ദീതനുതര തരംഗാകൃതി, കാളിന്ദി നദിയുടെ അതിസൂക്ഷ്മമായ കറുപ്പു നിറമുള്ള തിരമാലകളുടെ ആകൃതിയിൽ. കാളിന്ദി നദി കറുത്തതാണെന്നാണ് പറയുക, ഗംഗാ നദി വെളുത്തതാണെന്ന് പറയും. അപ്പോ കറുത്ത നിറമുള്ള കാളിന്ദി നദിയുടെ അതിസൂക്ഷ്മമായ കറുത്ത നിറമുള്ള തിരമാലകളുടെ ആകൃതിയിൽ കിഞ്ചിത് ഏതൊരു വസ്തുവാണോ ഉള്ളത്, സുധിയ യത് ഭാതി, അത് സജ്ജനങ്ങൾക്ക്, നല്ല ബുദ്ധിയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ കവികൾക്ക് നഷ്ടം, കവികൾക്ക് യാതൊന്ന് ശോഭിക്കുന്നുവോ, കാണപ്പെടുന്നുവോ, കവികൾ ഇങ്ങനെയാണ് കാണുന്നത്. കുചകലശയോരന്തരഗതം, ആ രണ്ട് മാറിടങ്ങളുടെ ഉള്ളിൽപ്പെട്ട, ആ ഇടയിൽപ്പെട്ട തനുഭൂതം വ്യോമ, അതിസൂക്ഷ്മമായി തീർന്ന ആകാശം, നേർത്തതായ ആ ആകാശം. ആ വ്യോമ എന്ന് പറഞ്ഞാൽ സ്പേസ് എന്നാണ് അർത്ഥം. ആ സ്പേസ് ചെറുതായി തീർന്നിരിക്കുന്നു രണ്ട് കുജങ്ങളുടെ നടുഭാഗത്ത്. അങ്ങനെയുള്ള പരസ്പരം വിമർദനം കൊണ്ട്, ഞെരുക്കം കൊണ്ട്, രണ്ട് മാറിടങ്ങളുടെ ഞെരുക്കം കൊണ്ട് അതിനിടയിൽ സ്പേസ് വളരെ ചെറുതായി മാറി. വിമർദനം കൊണ്ട്, ഞെരുക്കം കൊണ്ട് കുഹരിണീം നാഭിം പ്രവിശദിവ, കൊഴിഞ്ഞ, കുഹര എന്ന് പറഞ്ഞാൽ ദ്വാരം, ഗുഹ, നാഭിയിലേക്ക് പ്രവേശിച്ചതുപോലെ തോന്നുന്നു. നാഭിയുടെ മഹത്വത്തെയാണ് ഇവിടെ പറയുന്നത്. ആ രോമാവലി എങ്ങനെയാണ്? സർവമംഗളകാരിണിയായ അല്ലയോ അമ്മേ, കാളിന്ദി നദിയുടെ അതിസൂക്ഷ്മ തരംഗങ്ങളുടെ ആകൃതിയുള്ള ഏതൊന്ന് നിന്തിരുവടിയുടെ കൃശമായ മധ്യപ്രദേശത്തിൽ സുധികളായിരിക്കുന്ന ഭക്തന്മാർക്ക് അഥവാ കവികൾക്ക് കാണുവാൻ കഴിയത്തക്കവണ്ണം പ്രകാശിക്കുന്നുവോ, അത് നിന്തിരുവടിയുടെ കുജകലശങ്ങളുടെ പരസ്പര വിമർദ്ദം കൊണ്ട് അതിസൂക്ഷ്മമായി ഭവിച്ച ആകാശം കുഹരിണിയായ നാഭിയിൽ പ്രവേശിക്കുന്നുവോ എന്ന് തോന്നുന്നു. ആ രണ്ട് മാറിടങ്ങളുടെ വലിപ്പമുള്ളത് കൊണ്ട് കാളിദാസൻ അതിന് വർണ്ണിച്ചത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അന്യോന്യം ഉത്പീഡയത് ഉത്പലാക്ഷ്യ സ്തനദ്വയം പാണ്ഡു തഥാപ്രവൃത്തം. സുന്ദരിമാരായിരിക്കുന്ന സ്ത്രീകളുടെ ആ സ്തനങ്ങള് ഞാൻ മുമ്പേ എന്ന് തോന്നുമാറ് രണ്ടും പുറത്തേക്ക് വന്നു എന്ന് കാളിദാസൻ അലൗകികമായ ആ വർണ്ണന ചെയ്തു വെച്ചിട്ടുണ്ട് കുമാരസംഭവത്തിൽ. അത് തന്നെയാണ് ഇവിടെ കാളിദാസൻ ഈ സൗന്ദര്യലഹരി കണ്ടതിന് ശേഷം തന്നെ ആയിരിക്കുമോ അത് എഴുതിയത്? കാളിദാസൻ എഴുതിയത് കണ്ടതിന് ശേഷമാണോ ശങ്കരാചാര്യർ എഴുതിയത്? ഇങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ രണ്ട് കൃതികളുടെയും ശ്ലോകങ്ങൾ. അങ്ങനെയുള്ള കുജകലശങ്ങളുടെ പരസ്പര വിമർദ്ദം, ആ ഞെരുക്കം കൊണ്ട് അതിസൂക്ഷ്മമായി ഭവിച്ച ആകാശം, അവിടെയുള്ള സ്പേസ് സൂക്ഷ്മമായി ഭവിച്ചു. കുഹരിണിയായ ആ നാഭിയിൽ പ്രവേശിക്കുന്നുവോ എന്ന് കവിക്ക് തോന്നുകയാണ് ചെയ്തത്. ഉദരത്തിന്റെ കറുപ്പ്
നാഭിയുടെ ആഴം അതിന്റെ ഭംഗി, സ്തനങ്ങളുടെ ഭാരം അതിന്റെ ഭംഗി, രോമരാജിയുടെ നേർമ, രോമങ്ങൾ വലിപ്പം കൂടിയതാവാൻ പാടില്ല, അത് നേർമമായിരിക്കണം, അതിന്റെ ഭംഗി, ഉദരത്തിന്റെ കൃശത, വയറിന്റെ മധ്യഭാഗത്തിന്റെ കൃശത്വം. ആ സുന്ദരിയുടെ വയറിന്റെ അളവ് സാമാന്യ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഈ 4 വിരലുകൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലായിരിക്കണം, ഈ അളവായിരിക്കണം സുന്ദരിക്ക് വേണ്ടത്. ഇപ്പോഴുള്ള സുന്ദരിമാരുടെ വയറ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും കിട്ടുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ സുന്ദരിമാർ. ഇവിടെ ദേവിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ദേവി മിസ് യൂണിവേഴ്സ് അല്ല എന്ന് മനസ്സിലാക്കുക. മിസ് ഭൂർഭുവസ്വ, 3 ലോകങ്ങളിലും വെച്ചാണ് സുന്ദരി. മിസ് യൂണിവേഴ്സ് നമ്മളുടെ ഭൂമിയിൽ മാത്രം സുന്ദരിയാണ്. ദേവി 3 ലോകങ്ങളിലും വെച്ച് സാമുദ്രിക ശാസ്ത്രപ്രകാരം എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന ദേവിയാണ് ശങ്കരാചാര്യർ ദർശിച്ചത്. ആ ദേവിയെയാണ് കണ്ടിരിക്കുന്നത്. ദേവിയുടെ ഉദരപ്രദേശത്തുള്ള രോമാവലി തന്നെയാണ് ഇവിടത്തെയും വിഷയം. കാളിന്തി നദി കൃഷ്ണവർണ്ണയാണ്. ആ നദിയിലെ തനുതരംഗങ്ങളുടെ ആകൃതിയുള്ളതാണ് ദേവിയുടെ രോമാവലി. ആ രോമാവലിയെ തനുഭൂതമായ ആകാശമായി ഇവിടെ ഉത്പ്രേക്ഷിക്കുന്നു. തനുഭൂതമായ എന്ന് പറഞ്ഞാൽ ചെറുതായ. ആ തനൂഭൂതമാകുവാനുള്ള കാരണം ഉത്തരപാദത്തിൽ പറയുന്നു. ദേവിയുടെ സ്തനങ്ങളുടെ ഞെരുക്കം മൂലമുണ്ടാകുന്ന അന്യോന്യ വിമർദ്ദം ആകാശത്തെ ഞെരുക്കി, അവിടെയുള്ള സ്പേസിനെ ഞെരുക്കി അരച്ച് അതിസൂക്ഷ്മമായി തീർത്തിരിക്കുന്നു. അപ്രകാരം തനൂഭൂതമായ ആകാശത്തിൽ പ്രവേശിക്കാൻ മാറത്ത് സ്ഥലമില്ലാത്തത് കൊണ്ട് കുഹരിണിയായ നാഭിയിൽ അത് പ്രവേശിക്കുന്നുവെന്ന് തോന്നും വണ്ണം രോമാവലി ശോഭിക്കുന്നു. കൃഷേ മധ്യേ എന്ന പ്രയോഗം കൊണ്ട് ദേവിയുടെ അരക്കെട്ട് ഒതുങ്ങിയതാണെന്ന് ശ്രദ്ധിക്കുന്നു. കൃഷമധ്യം കവിസങ്കേതം കൊണ്ടും സാമുദ്രിക ശാസ്ത്രമനുസരിച്ചും സൗന്ദര്യത്തെയും ഉത്തമ സ്ത്രീത്വത്തെയും കുറിക്കുന്നു. തവ യത് ഭാതി സുധിയാം എന്ന പ്രയോഗം കൊണ്ട് സദ്ബുദ്ധികളുടെ ഭക്തന്മാരുടെ മനസ്സിൽ, അവിടെ കവികളെയും സജ്ജനങ്ങളെയും രണ്ടുപേരെയും പറ്റി നമുക്ക് അർത്ഥമെടുക്കാവുന്നതാണ്. മനസ്സിൽ പ്രകാശിക്കുന്ന ദേവീരൂപത്തിൽ മാത്രമേ ഈ സൗന്ദര്യം പ്രതിഭാസിക്കുകയുള്ളൂ എന്ന് ലഭിക്കുന്നു. വേറെ എവിടെയും ഇത് കാണുന്നില്ല. കുജകലശങ്ങളുടെ അന്യോന്യ വിമർദ്ദം കൊണ്ട് ആകാശം തനൂഭൂതമായി തീർന്നുവെന്ന് പറയുമ്പോൾ വസ്തു സ്വഭാവമില്ലാത്ത ആകാശത്തിന് പോലും സ്ഥിതി ചെയ്യാൻ ഇടയില്ലാത്ത വിധം നിബിഡമാണ് ദേവിയുടെ കുജകലശങ്ങൾ എന്ന് സിദ്ധിക്കുന്നു. അവയ്ക്കിടയിൽ ഞെരുങ്ങി തനൂഭവിച്ച ആകാശത്തിന് അഭയസ്ഥാനമായി കുഹരിണിയായ നാഭി വർണ്ണിക്കപ്പെടുന്നു. കുഹരിണി എന്ന ശബ്ദത്തിന് കുഹരമുള്ളത്, ദ്വാരമുള്ളതെന്നർത്ഥം. മുൻ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ സാമുദ്രിക ശാസ്ത്രപ്രകാരമുള്ള നാഭി ലക്ഷണം വിവരിച്ചിട്ടുള്ളത് നോക്കണം. ലക്ഷ്യലോമ ലതാധാരത സമുന്നേയ മധ്യമ എന്ന് ലളിതാസഹസ്രനാമത്തിൽ പ്രത്യേകം പറയുന്നു. ഇവിടെ രമണ മഹർഷി എല്ലാം ഈ ഹൃദയ കുഹരത്തെ പറ്റി പറയുന്നുണ്ട്. ഹൃദയ കുഹരമധ്യേ അങ്ങനെയുള്ള പ്രമാണങ്ങൾ ഇവർ കാണുന്നുണ്ട്. ആ ഹൃദയ കുഹരം എന്ന് പറയുന്നത് നമ്മുടെ ഇടത്തു ഭാഗത്തുള്ള ഹൃദയം അല്ല എന്നാണ് പറയുന്നത്. വലത്തു ഭാഗത്തൊരു ഹൃദയമുണ്ട്, അതാണ് ആത്മീയമായി ബന്ധപ്പെട്ട ഹൃദയം. ആ കുഹരമാണ് ഹൃദയ കുഹരം എന്ന് പറയുന്നത്. ഇവിടെ കുഹരം എന്നാൽ ഗുഹ അല്ലെങ്കിൽ ദ്വാരം എന്നർത്ഥം. ആ ലളിതാ സഹസ്രനാമത്തിന്റെ ഈ വ്യാഖ്യാനം, ഈ ശ്ലോകം നാമം കൂടി നമുക്ക് നോക്കാം. ലക്ഷ്യലോമ ലതാധാരത സമുന്നേയ മധ്യമ, ഇങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത്. ഇത് ചൊല്ലുന്നത് സാധാരണയായിട്ട് ലക്ഷ്യലോമ ലതാധാര താസമുന്നേയ മധ്യമ, ഇങ്ങനെയാണ് പലരും ഇത് ചൊല്ലുന്നത്. അങ്ങനെ ചൊല്ലാൻ പാടില്ല. ലക്ഷ്യരോമ ലതാധാരത, അവിടെയാണ് ഗ്യാപ്പ് നിർത്തേണ്ടത്. ആധാരത സമുന്നേയ മധ്യമ, അങ്ങനെയാണ് ചൊല്ലേണ്ടത്. ലക്ഷ്യമായി കാണപ്പെടുന്നതായ രോമലതയുടെ ആധാരത്വം കൊണ്ട് ഊഹിക്കാവുന്ന മധ്യപ്രദേശത്തോടു കൂടിയവൻ. അരക്കെട്ട് ഉണ്ട് എന്നറിയാത്ത വിധം കൃശമാണ് ദേവി. അരക്കെട്ട് കാണാനില്ലെങ്കിലും കാണാവുന്ന രോമലതയുണ്ട്. അപ്പോൾ രോമലതയ്ക്ക് ആധാരമായി മധ്യപ്രദേശം ഉണ്ടെന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു. ആധാരത എന്നാൽ ആധാരമായ അവസ്ഥ. സമുന്നേയം എന്നത് ഊഹിക്കപ്പെടുവാൻ കഴിയുന്ന മധ്യഭാഗത്തോട് കൂടിയത് എന്നർത്ഥം. അവിടെ ആധാരത സമുന്നേയം, അവിടെയാണ് ഗ്യാപ്പ് വരേണ്ടത്. പ്രത്യേകം ഇതുവരെ തെറ്റി ജപിച്ചവര് ഇന്നു മുതൽ ഇത് ശരിയാക്കി ജപിക്കുക. ഇതിന്റെ ഫലശ്രുതി പറയുന്നത് അന്യരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുന്നു. ജ്ഞാനലബ്ധി, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെയുള്ള ആധ്യാത്മിക ജ്ഞാനം ഇത് പെട്ടെന്ന് എളുപ്പമായി നമുക്ക് ലഭിക്കുന്നു. 78ാമത്തെ ശ്ലോകം ദേവിയുടെ നാഭിയെ പലതരത്തിൽ വർണ്ണിക്കുകയാണ്. ശങ്കരാചാര്യർക്ക് മതിയാവുന്നില്ല, നാഭിയെ പറ്റി വർണ്ണിച്ചിട്ട് മതിയാവുന്നില്ല. 3-4 തരത്തിലാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അവസാനം കിമപി എന്ന് പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ.
ഏതിനോടാണ് ഉപമിക്കേണ്ടത്? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ദേവി. ഇതിനു മുമ്പ് ശങ്കരാചാര്യർ പറഞ്ഞു ഒരു അവയവത്തെ പറ്റി വർണ്ണിക്കാൻ പറ്റുന്നില്ല, അത് ദേവി തന്നെ പറഞ്ഞു തരൂ എന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ ഒരു ഭ്രമം ഉണ്ടായിരിക്കുകയാണ്, സംഭ്രമം വന്നിരിക്കുകയാണ് കവിക്ക്. സ്ഥിരോ ഗംഗാവർത്ത സ്തനമുകുള രോമാവലിലത കലാവാലം കുണ്ടം കുസുമശര തേജോ ഹുതഭുജ രതേർ ലീലാകാരം കിമപി തവ നാഭിർ ഗിരിസുതേ ബിലദ്വാരം സിദ്ധേ ഗിരിശ നയനാനാം വിജയതേ. സ്ഥിരോ ഗംഗാവർത്ത സ്തനമുകുള രോമാവലിലത കലാവാലം കുണ്ടം കുസുമശര തേജോ ഹുതഭുജ രതേർ ലീലാകാരം കിമപി തവ നാഭിർ ഗിരിസുതേ ബിലദ്വാരം സിദ്ധേ ഗിരിശ നയനാനാം വിജയതേ. സ്ഥിരഃ ഗംഗാവർത്തഃ സ്തനമുകുള രോമാവലിലത കലാവാലം കുണ്ടം കുസുമശര തേജോഹുതഭുജ ഒറ്റപദം രതേഃ ലീലാകാരം കിമപി തവ നാഭിഃ ഗിരിസുതേ. സ്ഥിരഃ ഗംഗാവർത്തഃ ഒരു പദം, സ്തനമുകുള രോമാവലിലത ഒരു പദം, കലാവാലം കുണ്ടം കുസുമശര തേജോഹുതഭുജ രതേഃ ലീലാകാരം കിമപി തവ നാഭിഃ ഗിരിസുതേ ബിലദ്വാരം സിദ്ധേഃ ഗിരിശനയനാനാം വിജയതേ. സ്ഥിരഃ ഗംഗാവർത്തഃ സ്ഥിരോ ഗംഗാവർത്തഃ രതേഃ ലീലാകാരം രതേർ ലീലാകാരം നാഭിഃ ഗിരിസുതേ നാഭിർ ഗിരിസുതേ. അന്യോ നോക്കിക്കോളൂ. ഹേ ഗിരിസുതേ തവ നാഭിഃ, ഹേ ഗിരിസുതേ തവ നാഭിഃ സ്ഥിരോ ഗംഗാവർത്തഃ സ്ഥിരോ ഗംഗാവർത്തഃ സ്ഥിരോ ഗംഗാവർത്തഃ സ്തനമുകുള രോമാവലിലത കലാവാലം ആ പദം ഒറ്റ പദമായിട്ടാണ് എടുക്കേണ്ടത്, രണ്ട് പദമായിട്ടാണ് പറഞ്ഞത്. സ്തനമുകുള രോമാവലിലത കലാവാലം അങ്ങനെയാണ് എടുക്കേണ്ടത്. കലാവാലം കുസുമശര തേജോഹുതഭുജ ഹേ ഗിരിസുതേ തവ നാഭിഃ സ്ഥിരോ ഗംഗാവർത്തഃ സ്തനമുകുള രോമാവലിലത കലാവാലം കുസുമശര തേജോഹുതഭുജ കുണ്ട സ്തനമുകുള രോമാവലിലത കലാവാലം നേരിട്ട് കുറിച്ചപ്പെടുക. മുകളിലും ഹേ ഗിരിസുതേ തവ നാഭിഃ സ്ഥിരോ ഗംഗാവർത്തഃ കുറിച്ചപ്പെടുക. സ്തനമുകുള രോമാവലിലത കലാവാലം ഫുൾ സ്റ്റോപ്പ്. കുസുമശര തേജോഹുതഭുജ കുണ്ടം ഫുൾ സ്റ്റോപ്പ്. രതേഃ ലീലാകാരം ഫുൾ സ്റ്റോപ്പ്. രതേഃ ലീലാകാരം ഗിരിശനയനാനാം സിദ്ധേഃ ബിലദ്വാരം രതേഃ ലീലാകാരം ഫുൾ സ്റ്റോപ്പ് ഗിരിശനയനാനാം സിദ്ധേഃ ബിലദ്വാരം കിമപി വിജയതേ. ഹേ ഗിരിസുതേ മൂന്നാമത്തെ വരിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഹേ ഗിരിസുതേ തവ നാഭിഃ സ്ഥിരോ ഗംഗാവർത്തഃ നിൻ തിരുവടിയുടെ നാഭിപ്രദേശം പൊക്കൽ കുഴി സ്ഥിരോ ഗംഗാവർത്തഃ സ്ഥിരമായ ഗംഗാവർത്തമാകുന്നു. ഗംഗാനദിയിലെ സ്ഥിരമായ ചുഴികൾ പോലെയാകുന്നു ദേവിയുടെ നാഭി. ആവർത്തം എന്ന് പറഞ്ഞാൽ ചുഴി, ഗംഗാവർത്തം ഗംഗയിലെ ആവർത്തം, ഗംഗയിലെ ചുഴി. ആ വെള്ളം ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു കുഴി പോലെ ഉണ്ടാവും, അതാണ് പറയുന്നത്. സ്തനമുകുള രോമാവലിലതാ കലാവാലം സ്തനമാകുന്ന മുകുളമുണ്ടായ രോമാവലികളാകുന്ന ലതയുടെ തടാകമാകുന്നു. മുകുളം മുട്ട്, സ്തനമാകുന്ന മുകുളമാകുന്ന രോമാവലി ആകുന്ന ലത. ഇവിടെ രണ്ട് സ്ഥലങ്ങൾ മുട്ടുകളായിട്ട് പറയുന്നു, ലതയായിട്ട് ആ രോമാവലിയെ പറയുന്നു. അങ്ങനെയുള്ള ലതയുടെ കലാവാലം, ആലവാലം എന്ന് പറഞ്ഞാൽ തടം എന്നർത്ഥം, രണ്ടും ഒരേ അർത്ഥമാണ്. ആലവാലം കലാവാലം, ഇതിന്റെ
അർത്ഥമാണ് തടം. ഒരു തടത്തിൽ നിന്നും ചെടി മുകളിലേക്ക് ഉയരുന്നതാണ് സങ്കല്പം. കുസുമശര തേജോഹുതഭുജ, കാമദേവന്റെ തേജസ്സാകുന്ന അഗ്നി വസിക്കുന്ന കുണ്ടമാകുന്നു. കുസുമശര തേജോഹുതഭുജ കുണ്ടം ഭവതി. കാമദേവന്റെ ആ അഗ്നി എന്ന് പറഞ്ഞ പ്രതാപാഗ്നി ജ്വലിക്കുന്ന ഹുതം ഭുജിക്കുന്നത്, ഹോമം ചെയ്യുന്ന സമയത്ത് അഗ്നിയാണ് എല്ലാം ഭുജിക്കുന്നത്. അതാണ് ഹുതഭുജ. ഹുതം ഭുനക്തി ഇത് ഹുതഭുക്, അതിന്റെ ഷഷ്ടിയാണ് ഭുജിക്കുന്നത്. ഹുതഭുക്, ആ ഹുതഭുക്കിന്റെ കുണ്ടമാകുന്നു, ഹോമകുണ്ടമാകുന്നു. രഥേഹേ ലീലാകാരം, രതിയുടെ ലീലാകാരമാകും, കേളീഗ്രഹമാകും. ആ അകാരം, ലീലയുടെ അകാരം, അകാരം എന്ന് പറഞ്ഞാൽ വീട്, വാസസ്ഥാനം, ക്രീഡാഗൃഹം എന്നർത്ഥം. അകാരം വീട്. ഗിരിശനയനാനാം സിദ്ധേഹേ ബിലദ്വാരം, ശിവന്റെ 3 കണ്ണുകൾക്ക് സിദ്ധിക്കുള്ള, പ്രയോജനത്തിനുള്ള ബിലദ്വാരമാകുന്നു, ഗുഹാദ്വാരമാകുന്നു. ദേവിയുടെ പൊക്കിൾക്കൊഴി, ആ പൊക്കിൾ ചുഴി അല്ലെങ്കിൽ പൊക്കിൾക്കുഴി പരമശിവന്റെ സിദ്ധിക്കുള്ള ആ പ്രാപ്യസ്ഥാനമാകുന്നു. ആ ചുഴിയെ, പൊക്കിളിനെ നോക്കി കണ്ണുകൾ വിശ്രമിക്കുന്നു എന്നർത്ഥം. വിശ്രമിക്കാനുള്ള സ്ഥലമാകുന്നു. വിജയതേ, നാഭി കാരണമാകുന്നു. ഈ തപസ്സിന് പ്രസിദ്ധി മുഴുവൻ കിട്ടിയിരിക്കുന്നത് ദേവിയുടെ നാഭി കൊണ്ടാണെന്നാണ് പറയുന്നത്. കണ്ണുകൾക്ക് വിശ്രമിക്കുന്ന, തപസ്സിരിക്കാൻ ഒരു ഗുഹ വേണം. ദേവിയുടെ നാഭി കണ്ടാൽ 3 കണ്ണുകളും അവിടെ വിശ്രമിക്കുന്നു. നമ്മൾ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ തിയേറ്ററിൽ പിന്നെ 2 മണിക്കൂർ നമുക്ക് വിശ്രമമാണ്. കണ്ണ് വേറെ എവിടെയും പോകുന്നില്ല, സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത് പോലെ നാഭി, ദേവിയുടെ നാഭി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പരമശിവന്റെ 3 കണ്ണുകൾക്ക് വിശ്രമമാണ്. പിന്നെ വേറെ എവിടെയും കണ്ണുകൾക്ക് പോകാൻ സാധ്യമാകുന്നില്ല. അത്രയ്ക്കും സൗന്ദര്യം നാഭിക്കുണ്ട് എന്നും അർത്ഥം. പർവ്വതപുത്രിയായ അല്ലയോ ദേവി, നിൻ തിരുവടിയുടെ നാഭി സ്ഥിരമായ ഗംഗാവർത്തമാകുന്നു, ചുഴിയാകുന്നു. സ്തനങ്ങളാകുന്ന 2 പൂമൊട്ടുകളോട് കൂടിയ രോമാവലിയാകുന്ന ലതയ്ക്ക്, ചെടിക്ക് അത് ആലവാലമാകുന്നു. ആലവാലം തടം എന്നർത്ഥം. സൗഭാഗ്യ ഭാസ്കരം എന്ന് പറയുന്ന ലളിതാ സഹസ്രനാമത്തിന്റെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന ഭാസ്കരരായത് ശിവന്റെ 108 നാമങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ അതിന് പേര് കൊടുത്തിരിക്കുന്നത് ശിവനാമ കൽപ്പ ലതാലവാല. ശിവനാമകൽപ്പ ലതാലവാല, അതാണ് ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിന്റെ പേര്. അവിടെയും ആലവാല ശബ്ദം ഭാസ്കരായി പ്രയോഗിച്ചു. ഇവിടെ ആലവാലം, കാലവാലം രണ്ടും ഒരേ അർത്ഥം തന്നെ. നിന്തിരുവടിയുടെ നാഭി മന്മഥന്റെ തേജസ്സാകുന്ന അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുണ്ടമാകും. അത് രതീദേവിയുടെ വിലാസഗ്രഹമാണ്. ഗിരിശ നയനങ്ങളുടെ തപസിദ്ധിക്ക് നിന്തിരുവടിയുടെ നാഭി ഗുഹദ്വാരമാകും. അപ്രകാരം അനിർവചനീയമായ നിന്തിരുവടിയുടെ നാഭി സർവ ഉത്കർഷേണ വർത്തിക്കുന്നു. ദേവിയുടെ ഈ നാഭിയെ ഈ ശ്ലോകത്തിൽ പലതായി ഉല്ലേഖനം ചെയ്തിരിക്കുന്നു കവി. ദേവിയുടെ നാഭിയെ ഗംഗയിലെ ചുഴിയായി തുടക്കത്തിൽ ആദ്യമേ പറയുന്നു. ഗംഗാജലം സർവ പാപഹരമാണ്. ദേവിയുടെ നാഭിസ്മരണ ഉപാസകന്റെ സർവ പാപങ്ങളെയും ശമിപ്പിക്കുന്നു. പക്ഷേ ഗംഗാനദിയിലെ ചുഴി അസ്ഥിരമാണ്, ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യുന്നു. ഗംഗാനദിയിൽ എല്ലാ സമയത്തും ഒരേ ചുഴികളല്ല, പല സ്ഥലത്ത് ചുഴികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അത് തീരുന്നു, പിന്നെ വേറെ സ്ഥലത്ത് ചുഴി ഉണ്ടാകുന്നു. ദേവിയുടെ നാഭി അപ്രകാരമല്ല എന്ന് കാണിക്കാൻ വേണ്ടി സ്ഥിര ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു, ആ വിശേഷണം ചേർത്തിരിക്കുന്നു. അസ്ഥിരമായ ഗംഗാവർത്തത്തോട് സാമ്യമുണ്ടെങ്കിലും സ്ഥിരത എന്ന വിശേഷ ഗുണം കൂടിയുണ്ട്. തുടർന്ന് ദേവിയുടെ നാഭിയെ രോമാവലിയാകുന്ന ലത നിൽക്കുന്ന തടമായി വർണ്ണിക്കുന്നു. തടത്തിൽ നിൽക്കുന്ന വള്ളി മുകളിലേക്ക് പടർന്ന് കയറി പുഷ്പിക്കാറുണ്ടല്ലോ. ഇവിടെ ദേവിയുടെ ഉദരപ്രദേശത്തുള്ള രോമാവലിയെ നാഭിയാകുന്ന തടത്തിൽ നിന്ന് ഉണ്ടായി മുകളിലേക്ക് പടർന്ന് കയറിയ ലതയായി രൂപണം ചെയ്തിരിക്കുന്നു. ആ വള്ളിയിൽ ഉണ്ടായ 2 പൂമൊട്ടുകളായി ദേവിയുടെ സ്തനങ്ങളെ, മാരടങ്ങളെ വർണ്ണിക്കുന്നു. തുടർന്ന് ദേവിയുടെ നാഭിപ്രദേശത്തെ ഒരു അഗ്നികുണ്ഡമായി വർണ്ണിക്കുന്നു. ആ അഗ്നികുണ്ഡത്തിലെ അഗ്നി കുസുമശരനായ കാമദേവന്റെ തേജസ്സാണ്. കാമ തേജസ്സാകുന്ന അഗ്നിക്ക് കുണ്ഡമായി വർണ്ണിച്ചപ്പോൾ സൗന്ദര്യാധിക്യവും സകല ലോകത്തെയും വശീകരിക്കാനുള്ള ശക്തിയും സൂചിതമാകുന്നു. കാമദേവൻ സൗന്ദര്യത്തിന്റെ മൂർത്തിയാണ്. അതുകൊണ്ട് ദേവിയുടെ സൗന്ദര്യം ആ കാമദേവനേലും വലിയ സൗന്ദര്യമായിട്ട് പറയും. ശൃംഗാരത്തിന്റെ സ്ഥായീഭാവം രതിയാണ്. ആ രതിയുടെ ലീലാകാരം എന്ന് പറയുമ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന ശൃംഗാര രസസമ്പൂർണ എന്ന നാമം ഇവിടെ എടുക്കണം. ആ അർത്ഥവ്യാപ്തി ഇവിടെ സ്മരണീയമാണ്.
അവസാനമായി സദാശിവ നേത്രങ്ങളുടെ തപസ്സിദ്ധിക്ക് ഗുഹദ്വാരമായി ദേവിയുടെ നാഭിയെ വർണ്ണിച്ചിരിക്കുന്നു. ശിവന്റെ നേത്രങ്ങൾ അനന്തകാലം തപസ് ചെയ്ത് നേടിയ തപസ്സിദ്ധിയുടെ ഫലം പുറപ്പെടുന്ന ബിലദ്വാരമാണ് ദേവിയുടെ നാഭിയെന്നോ, ശിവനയനങ്ങൾ ദീർഘകാലം തപസ് ചെയ്ത ഗുഹാദ്വാരമെന്നോ ദേവിയുടെ നാഭിയെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം. ശിവനും പാർവതിയും പരസ്പര തപസ്സമ്പത്ത് ഫലായുധ പരസ്പരാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തപസ് ചെയ്തിട്ടാണ് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. ശിവന്റെ തപോഫലമാണ് പാർവതി, പാർവതിയുടെ തപോഫലമാണ് ശിവൻ. ശിവനേത്രങ്ങൾ തപസ് ചെയ്തതിന്റെ ഫലമായാണ് ദേവിയുടെ നാഭി അവയ്ക്ക് ദർശിക്കാനായത് എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ ഉപാസകന് പരോക്ഷമായി ഒരു നിർദ്ദേശം ശങ്കരാചാര്യ തരികയാണ്. നമ്മൾക്ക് തരുന്ന സന്ദേശം എന്താണ്? ഒരു നിർദ്ദേശം. യോഗേശ്വരനായ ശിവന് വളരെ കാലത്തെ തപസ് കൊണ്ടേ ദേവിയുടെ നാഭി ദർശിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ശിവന്റെ വിഭൂതികൾ ഇല്ലാത്ത സാധാരണ മനുഷ്യന്, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, ദേവി ദുരാരാധ്യയാണെന്ന് പ്രത്യേകം ലളിതാസഹസ്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദുരാരാധ്യ അത് പറഞ്ഞിട്ടുണ്ട്. അന്ത്യപാദവും മറ്റു പാദങ്ങളെ പോലെ ദേവിയുടെ നാഭിയുടെ അനിർവചനീയമായ സൗന്ദര്യം തന്നെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ലളിതാസഹസ്രനാമത്തിലെ നാഭ്യാലവാല രോമാളി ലതാഫല കുജദ്വി എന്ന നാമം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. സകല അഭീഷ്ട സിദ്ധി സോപാനമായി ഈ നാഭീകുഹരം സർവോത്കർഷേണ വിജയിക്കുന്നു. പുരുഷാർത്ഥങ്ങൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇത് 3, 4 സാധിക്കുവാൻ വേണ്ടി ആ പവിത്ര ഭൂമിയാണ് ദേവിയുടെ നാഭിപ്രദേശം എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. ഈ ശ്ലോകത്തിന്റെ ഫലശ്രുതി സകല കാര്യങ്ങളിലും ജയമുണ്ടാകുന്നു, ഭരണാധികാരികളുടെ ആനുകൂല്യം കിട്ടുന്നു. ഇത് നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ ഭരണാധികാരികൾ നമ്മൾക്ക് വശംവദരായി തീരുന്നു. ആധ്യാത്മിക ജ്ഞാനം എളുപ്പത്തിൽ സാധിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. 2 മിനിറ്റ് വൈകി ക്ഷമിക്കുക. നമസ്കാരം. ജയ ജയ ശിവദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ കാരയ മാം കൃതപുണ്യം തവ ഗുണഗാനരതം മഹിതേ തവ ഗുണഗാനരതം മഹിതേ സഹസ്രാരകമലേ സതതം വിഹരരഹസി ധന്യേ ശിവാകാര നിജമഞ്ച വിലസിതേ ചിദാനന്ദമുദിതേ ശരണ്യേ ചിദാനന്ദമുദിതേ ഭവാനി മയി ദാസേ ദൃഷ്ടിം വിതരത്തെ സകരുണാം നിജസായുജ്യപദൈകവിതരണാം നിഖില ദുഃഖതരണാം ഐഹിക നിഖില ദുഃഖതരണാം ഭവതു മേ വിലസിതം സപര്യാവിരചനം തവ ശിവേ സമകര നിപാത ഹിമകര സമാനദൃശാ സ്നപയ കൃപയാ മാമപി ദൃശാ സ്നപയ കൃപയാ അനേന ധന്യമിമം മന്യേ ധരണിധര സുകന്യേ തവ സ്തന്യമധുരാസ്വാദന സുഖ നിരസ്താന്യവിഷയം കുരു മാം നിരസ്താന്യവിഷയം ത്വദീയമപി വചനം ഗദതോ മദീയമിവ വചനം സ്വകീയസലിലൈഃ സാഗരതർപ്പണസമം ജനനി വിദിതം സകലം സമം ജനനി വിദിതം ജയ ജയ ശിവദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ കാരയ മാം കൃതപുണ്യം തവ ഗുണഗാനരതം മഹി